ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പഴം വാങ്ങിയിട്ടുണ്ടായിട്ടോ. അപ്പോൾ പഴം പുട്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഏത്തപ്പഴം അത് പുഴുങ്ങാനായിട്ടും പുട്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പുട്ടും പഴമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പിന്നെ അടുത്ത് എനിക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്നത് ഞാനൊരു അച്ചാറിട്ടതിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് വേറൊരു അച്ചാറിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായി. കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന അച്ചാറിൻ്റെ റെസിപ്പി. ഇത് വേഗം ഉണ്ടാക്കിയിട്ട് വേഗം തന്നെ കൂട്ടി തീർക്കാൻ പറ്റിയ അച്ചാറാട്ടോ. അപ്പോൾ നമുക്കിത് എടുത്ത് വയ്ക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ അതിന് മാങ്ങ അരിഞ്ഞത് ഒരു പാത്രത്തിലേക്ക്, വലിയ വിസ്താരമുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് എന്നിട്ട് കല്ലുപ്പാട്ട് ഇട്ട് കൊടുക്കണത്. എന്നിട്ട് ഈ ഉപ്പ് എല്ലായിടത്തും മിക്സ് ആവാൻ പാകത്തിന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ എന്തോരം മാങ്ങയാണോ എടുക്കണത് അതിനനുസരിച്ച് ഉപ്പും മുളകും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ മുളക് പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും മുളകും തിരുമ്മി കൂട്ടി നമ്മളിതിനെ ഒരു ദിവസം മുഴുവനും ഇങ്ങനെ അടച്ച് വെച്ചേക്കാം. അപ്പോൾ ഇതിപ്പോൾ മാങ്ങയുടെയൊക്കെ സീസണാണല്ലോ. എല്ലാവർക്കും എവിടെന്നെങ്കിലൊക്കെ മാങ്ങ കിട്ടും. ഇപ്പോൾ ഒരു മാങ്ങ ആയാലും 2 മാങ്ങ ആയാലും ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ കുറച്ചധികം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് അധികം തന്നെ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു മാങ്ങ വെച്ചിട്ടും ഇങ്ങനെ തന്നെ ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചേക്കാം. ഇനി ഇത് പിറ്റേ ദിവസമായിട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കണം. പൊടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടുക് പരിപ്പില്ലേ, കടുക് പരിപ്പായിട്ട് വാങ്ങാനും കിട്ടും. അല്ലെങ്കിൽ കടുക് വെറുതെ ചീനച്ചട്ടിയിലിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് അത് പൊടിച്ചിട്ട് പാറ്റിയെടുത്താൽ മതി. പിന്നെ ഉലുവയും അതുപോലെ തന്നെ വെറുതെ വറുത്തെടുക്കുക. കായവും കുറച്ച് എണ്ണയിൽ വറുത്തെടുക്കുക. കടുകും ഉലുവയും വെറുതെ വറുത്തെടുത്താൽ മതി. എന്നിട്ട് ഇത് മൂന്നും കൂടി പൊടിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയാവും. അത് ഇപ്പോൾ തൊട്ട് നമ്മൾ ഇത് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഉപയോഗിച്ചും തുടങ്ങാം കേട്ടോ. പിന്നെ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തതൊക്കെ ഉണ്ടായി. ആ വീഡിയോ ഇതിൽ ഞാൻ ഓണാക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അച്ചാർ ഇത്രയേ ഉള്ളൂ. നല്ല അച്ചാറാണ്, ഉണ്ടാക്കി വെക്കാം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കഴുകാനുണ്ടായി, കാർപോർച്ചൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ടുണ്ട്. പിന്നെ ചോറ് റെഡിയാവാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീൻ വാങ്ങിയിട്ടുണ്ടായി, അയിലയായിരുന്നു. അപ്പോൾ പിന്നെ അത് കറി വയ്ക്കാനും ഫ്രൈ ചെയ്യാനൊക്കെ ആയിട്ടെടുത്തു. അപ്പോൾ ഇപ്പോൾ മാങ്ങ കയ്യിലുള്ളത് കൊണ്ട് തന്നെ മാങ്ങ ഇട്ടിട്ട് മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഞാൻ ഫ്രൈ ചെയ്യാൻ മാറ്റി വെച്ചിട്ട് ബാക്കി മാങ്ങയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ഒക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ചൊഴിച്ച് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്യാണ്. പിന്നെ അതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ ചോറൊക്കെ റെഡിയായി ഞാൻ അടുപ്പത്തു നിന്ന് മാറ്റിയിട്ടുണ്ട്. ആ അടുപ്പിലേക്ക് തന്നെ മീനും കറി വയ്ക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വറ്റി വരുമ്പോൾ കറി റെഡിയാവും. ഇതിലേക്ക് വേണമെങ്കിൽ ഉള്ളി അരിഞ്ഞിട്ടൊക്കെ താളിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് താളിച്ചിട്ടൊന്നുമില്ല. ഇറക്കാൻ നേരത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇറക്കി വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ അത് അടുപ്പിലേക്ക് തന്നെ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മീൻ ഫ്രൈ ചെയ്യലും കറിയൊക്കെ റെഡിയായി കഴിഞ്ഞ് പിന്നെ ഊണൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ അടുപ്പത്ത് നല്ല ചൂടും കനലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടേക്ക് ഒരു കപ്പലണ്ടി ഇരിപ്പുണ്ടായി. അപ്പോൾ അതും കൂടി ഒന്ന് വറുക്കാനായിട്ട് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കാണ്.
പിന്നെ ചൂടിൻ്റെ കാര്യം പറയണ്ടല്ലോ, ദിവസം ദിവസം അതിങ്ങനെ കൂടി കൂടി വരികയാണ്. അപ്പോൾ കപ്പങ്ങ വാങ്ങിയിട്ടുണ്ടായിട്ട് നമ്മുടെ റെഡ് ലേഡി, അപ്പോൾ അതൊന്ന് തോലൊക്കെ കളഞ്ഞ് ചെത്തി കഴിക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല മഞ്ഞ കളറാണ്, പക്ഷേ ഉള്ളിലേക്ക് അത്ര അങ്ങോട്ട് പഴുത്ത് വന്നുള്ളൂ, എങ്കിലും മധുരമൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ കഴിച്ചു. എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക.